LDC LGSന്റെ റിപ്പോർട്ട് ചെയ്ത ഒഴിവിനെക്കുറിച്ചും സബ് ഇൻസ്പെക്ടറിൻ്റെ റിസൾട്ടിനെക്കുറിച്ചും അതുപോലെ തന്നെ നടത്താൻ പോകുന്ന ഒരു ഓൺലൈൻ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോയിലൂടെ എത്തിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ കാര്യം പറയുകയാണെങ്കിൽ LGSന് 442 ഒഴിവുകളും LDCക്ക് 537 ഒഴിവുകളുമാണ് നിലവിലെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് റിപ്പോർട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, LDCക്ക് 537, LGSനാണെങ്കിൽ 442 ഒഴിവുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പരീക്ഷ എഴുതിയവരുടെ സാധ്യതാ പട്ടിക ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ തന്നെ നിലവിൽ വരുമെന്നാണ് കേരള PSCയിലേക്ക് വിളിച്ചപ്പോഴും നമുക്കറിയാനായിട്ട് കഴിഞ്ഞത്. അതിൻ്റെ റിസൾട്ടുകളുടെ ഏകദേശം അതിൻ്റെ ഫൈനലൈസേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കാറ്റഗറി നമ്പർ 388/2019, 389/2019, 390/2019 എന്നീ കാറ്റഗറികളുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ പോലീസിൻ്റെ നമ്മുടെ അർഹതാ പട്ടിക ഉടനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസിൻ്റെ ആംഡ് പോലീസ് ബറ്റാലിയൻ്റെ സബ് ഇൻസ്പെക്ടറിൻ്റെ കാറ്റഗറിയിലുള്ള ട്രെയിനീസിൻ്റെ കാറ്റഗറി നമ്പർ 386/2019, 387/2019ൻ്റെയും അർഹതാ പട്ടിക ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കും എന്നീ നോട്ടിഫിക്കേഷൻ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് പട്ടികവർഗ വികസന വകുപ്പിലെ ട്രെയിനിങ് ഓഫീസറിൻ്റെ ഓൺലൈൻ പരീക്ഷയായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ 191/2019 അതിൻ്റെ ഓൺലൈൻ പരീക്ഷയാണ് നടത്താനായിട്ട് പോകുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ നമ്മുടെ CPOയുടേതും +2 മെയിൻസിൻ്റെതായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും ഇപ്പോൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.